അവർ കാത്തിരിക്കുകയായിരുന്നു ഖൊമൈനിയുടെ ശവസംസ്കാരത്തിനായി. മാസങ്ങൾക്ക് ശേഷമാണ് ഖൊമൈനിയുടെ ഭൗതിക ശരീരം സംസ്കരിക്കാൻ ഇറാന് സാധിച്ചത്. ലക്ഷക്കണക്കിന് ജനങ്ങളാണ് ഖൊമൈനിയുടെ ഭൗതിക ശരീരം സംസ്കരിക്കാൻ എത്തിയത്, ഖൊമൈനിക്ക് അന്ത്യയാത്ര പറയാൻ എത്തിയത്. ജനങ്ങൾ വിതുമ്പുകയായിരുന്നു. അമേരിക്കയ്ക്കെതിരെ മുദ്രാവാക്യം മുഴങ്ങി. ട്രംപിനെ വധിക്കണം, നെതന്യാഹുവിനെ വധിക്കണം എന്നൊക്കെ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ജനങ്ങൾ. ആ ജനതയുടെ വികാരം ഇറാൻ ഏറ്റെടുത്തിരിക്കുന്നു. വീണ്ടും യുദ്ധം ആരംഭിച്ചിരിക്കുന്നു. മുമ്പത്തേക്കാൾ മാരകമായ യുദ്ധം. ഇറാനും അമേരിക്കയും ശക്തമായ ഏറ്റുമുട്ടൽ തുടരുന്നു. അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയാണ് ഇറാൻ സൈന്യം കൊടുത്തിരിക്കുന്നത്. ഇറാന്റെ ബുഷർ പ്രവിശ്യയിലെ ഖോർമുജിന് മുകളിൽ വെച്ച് US-ന്റെ ഒരു MQ-9 ഡ്രോൺ വെടിവെച്ചിട്ടതായി ഇറാൻ റവല്യൂഷണറി ഗാർഡ് വക്താവ് ഹൊസൈൻ മൊഹ്ബി അറിയിച്ചു. തസ്നീം ന്യൂസാണ് ഇത് റിപ്പോർട്ട് ചെയ്തത്. US സൈന്യം ആക്രമിച്ചതിനാലാണ് തിരിച്ചടിച്ചതെന്നും മൊഹ്ബി പറഞ്ഞു. അതിനിടെ ഒമാൻ തീരത്ത് 3 ചരക്ക് കപ്പലുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായതിനെ തുടർന്ന് ഇറാനിലെ 80 സ്ഥലങ്ങളിൽ, തന്ത്രപ്രധാനമായ 80 സ്ഥലങ്ങളിൽ US ശക്തമായ ആക്രമണം നടത്തി. കപ്പലുകളെ ആക്രമിച്ചതിന് പിന്നിൽ ഇറാനാണെന്ന് US സൈന്യത്തിന്റെ സെൻട്രൽ കമാൻഡ് പ്രസ്താവനയിൽ പറഞ്ഞു. രാജ്യാനന്തര ജലപാതയിൽ നിരപരാധികളായ ആളുകളെ ലക്ഷ്യമിട്ടതിന് തിരിച്ചടിയായാണ് അമേരിക്ക ഇറാന്റെ തന്ത്രപ്രധാനമായ 80 ഇടങ്ങളിൽ ആക്രമിച്ചതെന്ന് അവർ പറഞ്ഞു. അതിന് മറുപടിയായി ബഹ്റിനിലെയും കുവൈറ്റിലെയും US-ന്റെ 85 സൈനിക താവളങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയെന്ന് ഇറാന്റെ IRGC അറിയിച്ചു. എന്നാൽ ഈ ആക്രമണങ്ങളെ ബഹ്റിനിലെയും കുവൈറ്റിലെയും വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തുവെന്ന് കുവൈറ്റ് ബഹ്റിൻ അധികൃതർ വ്യക്തമാക്കി. പക്ഷേ IRGC പറയുന്നത് കാര്യമായ നാശനഷ്ടം ഈ ആക്രമണത്തിൽ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് ഉണ്ടായി എന്നാണ്. അതേസമയം നാറ്റോ ഇറാനെ തള്ളി രംഗത്തെത്തി. ഹോർമുസ് കടലിടുക്കിലെ കപ്പലിന് നേർക്കുള്ള ആക്രമണങ്ങളെ തുടർന്ന് US ഇറാനിൽ നടത്തിയ പുതിയ വ്യോമ ആക്രമണങ്ങൾ തികച്ചും അനിവാര്യമായിരുന്നുവെന്ന് നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടെ പറഞ്ഞു. തുർക്കിയിലെ അങ്കാറയിൽ നടക്കുന്ന നാറ്റോ നേതാക്കളുടെ ഉച്ചകോടിക്ക് മുന്നോടിയായി ബുധനാഴ്ച മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു വെടിനിർത്തൽ കരാർ നിലവിലിരിക്കുമ്പോൾ ഇറാൻ അത് ലംഘിക്കുകയാണ്. അത്തരമൊരു സാഹചര്യത്തിൽ അമേരിക്ക ശക്തമായി പ്രതികരിക്കുന്നത് തികച്ചും നിർണായകമാണെന്നാണ് റൂട്ടെ പറഞ്ഞത്. ഹോർമുസ് കടലിടുക്കിൽ 3 വാണിജ്യ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയതിന് പിന്നാലെയാണ് US ബുധനാഴ്ച എന്ന് വെച്ചാൽ ഇന്ന് പുലർച്ചെ ഇറാനിലെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, റഡാറുകൾ, റവല്യൂഷണറി ഗാർഡിന്റെ 60-ലധികം ചെറു ബോട്ടുകൾ എന്നിവ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയത്. ഇറാന്റെ നടപടി വെടിനിർത്തൽ കരാറിന്റെ ലംഘനമാണെന്നും ശക്തമായ മറുപടി നൽകേണ്ടതുണ്ടെന്നുമാണ് നാറ്റോയുടെ നിലപാട്. അതേസമയം ആക്രമണത്തിന് പിന്നാലെ ആവശ്യമായ പ്രതിരോധ നടപടികൾ സ്വീകരിക്കുമെന്ന് ഇറാനും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്തായാലും 80 ഇടങ്ങളിൽ US ആക്രമിച്ചു. ഇപ്പോൾ ലഭിക്കുന്ന വാർത്ത പ്രകാരം US-ന്റെ 85 സൈനിക താവളങ്ങൾ ഇറാൻ ലക്ഷ്യമിട്ടു. ഇറാൻ 85 സൈനിക താവളങ്ങൾ ലക്ഷ്യമിടുന്നു എന്ന് പറയുമ്പോൾ ഇറാന്റെ ആ ഒരു ശക്തി, അവരുടെ പ്രതികാര വാഞ്ച വ്യക്തമാണ്. അയത്തുള്ള അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങിനെത്തിയ ആയിരങ്ങളുടെ വികാര പ്രകടനത്തെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പരിഹസിച്ചതാണ് ഇറാന്റെ പ്രകോപനത്തിന് കാരണം.
ചടങ്ങിനെത്തിയ ആളുകളുടേത് കള്ളക്കണ്ണീരാണെന്ന് കള്ളക്കണ്ണീരാണെന്നാണ് തോന്നുന്നതെന്ന സംശയം പ്രകടിപ്പിച്ച ട്രംപ് ഇറാനെ പരിഹസിക്കുകയായിരുന്നു. മാത്രമല്ല, ഇറാന്റെ നേതാക്കളെ ഒറ്റയടിക്ക് കൊല്ലാൻ തങ്ങൾക്കിതൊരു നല്ല അവസരമാണെന്നും ട്രംപ് പരിഹാസത്തോടെ പറഞ്ഞു. ഇതാണ് ഇറാൻ ജനതയെയും ഇറാനെയും ശക്തമായ തിരിച്ചടിക്ക് പ്രേരിപ്പിച്ചത്. ട്രംപിന്റെ വാക്കുകൾ അയാൾക്ക് തന്നെ വിനയാവുകയാണ്. ഖൊമേനി ഇറാനിലെ പരമോന്നത നേതാവാണ്. ഖൊമേനിയുടെ കീഴിലായിരുന്നു ഇറാൻ ജനത. ഖൊമേനിയെ വധിച്ചു കഴിഞ്ഞാൽ ഇറാൻ പൂർണ്ണമായും നശിക്കുമെന്ന് ട്രംപ് വിശ്വസിച്ചു, അല്ലെങ്കിൽ ട്രംപ് തെറ്റിദ്ധരിച്ചു. ഇസ്രായേലിന്റെ ആക്രമണത്തിലാണ് ഖൊമൈനി കൊല്ലപ്പെട്ടത്. തുടർന്നാണ് യുദ്ധം വളരെ രൂക്ഷമായതും ഇറാൻ ജനത ശക്തമായി തിരിച്ചടിച്ചത്. ഖൊമൈനി മടങ്ങിയെങ്കിലും ഇറാൻ സൈന്യത്തിന്റെ ശക്തിക്ക് ഒരു കുറവും സംഭവിച്ചിട്ടില്ല എന്ന് അമേരിക്കയുടെ 85 സ്ഥലങ്ങളിൽ അവർ നടത്തിയ ആക്രമണം സൂചിപ്പിക്കുന്നു. ഖൊമൈനിയുടെ 3 പുത്രന്മാർ അദ്ദേഹത്തിന്റെ അന്ത്യപ്രാർത്ഥനയിൽ പങ്കെടുത്തെങ്കിലും മുൻഗാമിയായി ചുമതലയേറ്റ മുജ്തബ ഖൊമൈനി ചടങ്ങുകളിൽ പ്രത്യക്ഷപ്പെട്ടില്ല. അത് വളരെ ദുരൂഹമാണ്. സുരക്ഷാ കാരണങ്ങൾ കൊണ്ടാണ് മുജ്തബ ഖൊമൈനി ചടങ്ങിൽ പ്രത്യക്ഷപ്പെടാത്തത് എന്നാണ് റവല്യൂഷണറി ഗാർഡ് വ്യക്തമാക്കിയത്. ഖൊമൈനിക്കൊപ്പം കൊല്ലപ്പെട്ട അദ്ദേഹത്തിന്റെ മരുമകൾ 14 മാസം പ്രായമുള്ള ചെറുമകൾ എന്നിവരുടെ മൃതദേഹങ്ങളും പൊതുദർശനത്തിന് വെച്ചിരുന്നു. എന്തായാലും ഖൊമൈനിയുടെ സംസ്കാര ചടങ്ങുകൾക്കിടെ വീണ്ടും ആക്രമണം ഉണ്ടാകുമെന്ന് ഇറാൻ കണക്കുകൂട്ടിയിരുന്നു. പക്ഷേ ആക്രമണമൊന്നും ഉണ്ടായില്ല. പക്ഷേ ട്രംപ് നിരന്തരം പരിഹസിച്ചുകൊണ്ടിരുന്നു ഇറാൻ ജനതയെയും ഖൊമൈനിയെയും. ട്രംപിന്റെ പരിഹാസമാണ് പ്രതികാരത്തിന് ഇറാനെ പ്രേരിപ്പിച്ചത്. അതേസമയം വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം, ഇസ്രായേൽ ആക്രമണത്തിൽ ലെബനിൽ കൊല്ലപ്പെട്ട ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രള്ളയുടെ കുടുംബാംഗങ്ങൾ ഖൊമൈനിയുടെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു. റഷ്യയുടെയും ചൈനയുടെയും അർമീനിയയുടെയും പാകിസ്ഥാനിലെയും പ്രതിനിധികൾ, അതിൽ അർമേനിയ, പാകിസ്ഥാൻ എന്നിവിടങ്ങളിലെ രാഷ്ട്ര തലവന്മാർ തന്നെ ചടങ്ങിൽ പങ്കെടുത്തു. റഷ്യയും ചൈനയും പ്രതിനിധികളെ അയച്ചു. എന്തായാലും ഇപ്പോൾ ഇറാൻ പറയുന്നത് രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ ഏത് നടപടിയും സ്വീകരിക്കും എന്നാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ധാരണാപത്രം US ലംഘിച്ചതായും ഇറാൻ കുറ്റപ്പെടുത്തി. പോരാട്ടം അവസാനിപ്പിക്കുന്നതിന്റെ താൽക്കാലിക കരാറിന്റെ ഭാഗമായി 60 ദിവസത്തേക്ക് ഇറാന്റെ എണ്ണ വിൽക്കാൻ US അനുമതി നൽകിയിരുന്നു. ഈ അനുമതി റദ്ദാക്കിയതിന്റെ തൊട്ടു പിന്നാലെയാണ് മഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത്. ഹോർമസ് കടലിടുക്കിൽ 24 മണിക്കൂറിനിടെ 3 കപ്പലുകൾക്ക് നേരെ മിസൈൽ ആക്രമണം നടത്തി ഇറാൻ. അതിൽ ഖത്തറിന്റെ LNG ടാങ്കറായ അൽ റഖിയാത്തിന്റെ എഞ്ചിൻ റൂം കത്തി നശിച്ചു. വാതക ടാങ്കർ പൊട്ടിത്തെറിക്കും എന്ന ആശങ്ക മൂലം നാവികരെ അടിയന്തരമായി ഒഴിപ്പിച്ചു. സൗദിയുടെ ക്രൂഡുമായി പോകുന്ന കപ്പലും മിസൈൽ ആക്രമണത്തിൽ തകർന്നു. ഒമാന്റെ തീരത്ത് വെച്ചാണ് സൗദിയുടെ വൈദ്യുത കപ്പൽ ആക്രമിക്കപ്പെട്ടത്. സൗദി ഷിപ്പിംഗ് കമ്പനിയായ ബഹ്റയുടെ ഉടമസ്ഥതയിലുള്ളതാണ് വൈദാൻ കപ്പൽ. നാവികർ സുരക്ഷിതരാണ് എന്നാണ് വിവരം. ഒമാൻ തീരത്ത് ആക്രമിക്കപ്പെട്ട 3ാമത്തെ കപ്പലിന് തീപിടിച്ചതായി UK മാരിടൈം ട്രേഡ് ഓർഗനൈസേഷൻ അറിയിച്ചു. മുന്നറിയിപ്പ് ലംഘിച്ചതുകൊണ്ടാണ് ഖത്തറിന്റെ ടാങ്കർ ആക്രമിക്കപ്പെട്ടതെന്ന് ഇറാൻ TV റിപ്പോർട്ട് ചെയ്തു. ടാങ്കർ ആക്രമിച്ചത് രാജ്യാന്തര നിയമ ലംഘനമാണെന്നും
ഇറാനാണ് ഉത്തരവാദിയെന്നും ഖത്തർ ആരോപിച്ചു. സംഭവത്തിൽ ഇറാൻ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. എന്തായാലും യുദ്ധം തുടങ്ങിയതിനു ശേഷം ആദ്യമായിട്ടാണ് ഖത്തറിന്റെ ടാങ്കർ ഹോർമസിൽ ആക്രമിക്കപ്പെടുന്നത്. ഖത്തർ ഗ്യാസ് ട്രാൻസ്പോർട്ട് കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് അൽ റഖിയാത്ത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ LNG കപ്പലുകളിൽ ഒന്നാണിത്. അതേസമയം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭീഷണികൾ നിർത്താതെ, ഇറാൻ ജനതയെ പരിഹസിക്കുന്നത് നിർത്താതെ അന്തിമ കരാറിലേക്കുള്ള ചർച്ചകൾ ആരംഭിക്കാനാവില്ലെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചി പറഞ്ഞു. കരാറാകുന്നില്ലെങ്കിൽ ഇറാനിൽ വീണ്ടും ബോംബിടുമെന്ന് ട്രംപ് ആവർത്തിച്ച് ഭീഷണി മുഴക്കിയ സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ട്രംപിന്റെ നാവടക്കിയാലേ, അല്ലെങ്കിൽ നാവിൽ നിന്ന് വരുന്ന വൃത്തികെട്ട വാക്കുകൾ, പരിഹാസ രൂപേണ ഉള്ള വാക്കുകൾ നിർത്തിയാലേ സമാധാനം ഉള്ളൂ എന്നാണ് ഇറാന്റെ ഇപ്പോഴത്തെ നിലപാട്. ചുരുക്കത്തിൽ അവർ കാത്തിരിക്കുകയായിരുന്നു ഖമേനിക്ക് അന്ത്യയാത്ര നൽകാൻ. അന്ത്യയാത്ര നൽകിക്കഴിഞ്ഞു. ഇനി ഇറാന്റെ ഊഴം.